പരിശുദ്ധാത്മാവിൻ്റെ നാം കർത്താവിൽ അനുഗ്രഹീതരെ, ഇപ്പോൾ ഇനിയും ഈ സന്ദേശം കഴിഞ്ഞതിന് ശേഷം പ്രദക്ഷിണം ആരംഭിക്കും. അക്കാരണത്താൽ നമ്മൾ പ്രദക്ഷിണം നടത്തുന്നത് സംബന്ധിച്ച് വേണ്ടത്ര പ്രബോധനം നമ്മളുടെ ആളുകൾക്ക് ഉണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് ഒരല്പം സംശയമുണ്ട്. അക്കാരണത്താൽ തന്നെയാണ് നമ്മുടെ വൈദികർ തന്നെ യഥാർത്ഥത്തിൽ അവർ അത് പഠിച്ചിരിക്കേണ്ടതാണ്. ഈ പ്രദക്ഷിണത്തെ അവർ റാസ എന്ന് വിളിക്കുന്നു. അതിൻ്റെ അർത്ഥം, നമ്മൾ നടത്തുന്ന പ്രദക്ഷിണത്തിൻ്റെ അർത്ഥം വൈദികർക്ക് അറിയാമോ എന്ന് നമ്മൾ തന്നെ ചോദിച്ചു പോകും. പ്രദക്ഷിണത്തിൻ്റെ അർത്ഥം അറിയാമെങ്കിൽ നമ്മൾ നടത്തുന്ന പ്രദക്ഷിണത്തെ ഒരു കാരണവശാലും റാസ എന്ന് വിളിക്കില്ല. മറ്റ് ചില സഭകൾക്ക് ഇങ്ങനെയുള്ള പ്രദക്ഷിണം പോലെയുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ അവർ എങ്ങനെ കഴിയും? മറ്റ് ചില സഭകൾ വിശുദ്ധ കുർബാന ഒരു അരുളിക്ക പോലെയുള്ള ഒരു സംവിധാനത്തിൽ നിക്ഷേപിച്ച് ആ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ട് കുർബാന എന്നതിൻ്റെ വേറൊരു വാക്ക് റാസ, റോസോ, രഹസ്യം, അത് എഴുന്നള്ളിച്ചു പോകുന്നത് കൊണ്ട് ആ സഭക്കാർ ഈ എഴുന്നള്ളിച്ചു പോകുന്നത് കൊണ്ട് അതിനെ റാസ എന്ന് വിളിക്കും. നമ്മളങ്ങനെ കുർബാന എഴുന്നള്ളിച്ചുകൊണ്ട് പോകാറുണ്ടോ? അതൊന്നും മിണ്ടുന്നില്ലല്ലോ എല്ലാവരും. ഈ പുരുഷന്മാർക്ക് ഇപ്പോഴും തിട്ടമില്ല, സ്ത്രീകൾക്ക് തിട്ടമായി. ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം വരാം. അങ്ങനെ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചുകൊണ്ട് പോകാറ് പതിവ് ഓർത്തഡോക്സ് സഭയ്ക്കുണ്ടോ? അല്ല, നിങ്ങളും ഉണ്ടായിരുന്ന ഈ പുരുഷന്മാർ പറയട്ടെ. ഇല്ല, അപ്പോൾ ശരിയായി. പിന്നെ എന്തിനാണ് ഇതിനെ, ഈ പ്രദക്ഷിണത്തെ റാസ എന്ന് വിളിക്കുന്നത് എന്തിനാണ്? അത് ശരിയാണോ തെറ്റാണോ? കണ്ടോ, മിണ്ടുന്നില്ല, തുണയില്ല പറയാൻ. പറഞ്ഞ് ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. കാരണം നമ്മളങ്ങനെ പോകുന്നില്ല. ഇത് തിരുത്തേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ട് തിരുത്തണം? ബോധ്യം വന്നിട്ട് തിരുത്തണം.
ഞാൻ പറഞ്ഞതുകൊണ്ടല്ല, ബോധ്യം വരുന്നതുകൊണ്ട് തിരുത്തണം, ബോധ്യപ്പെടണം. ഇത് ഒരു തെറ്റ് ആമുഖമായി തിരുത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ പഠിപ്പിക്കുന്ന സെമിനാരിൽ പഠിപ്പിക്കുന്ന കാലത്ത് ഞാൻ അതേ സംബന്ധിച്ച് ആ പ്രത്യേക വിഷയം പഠിപ്പിക്കുന്ന സന്ദർഭങ്ങളിൽ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണെങ്കിലും പള്ളികളിൽ അവർ വികാരിമാരായി വരുമ്പോൾ അവിടുത്തെ ചുമതലക്കാർ പറയും, അച്ഛൻ പഠിച്ചതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ, ഞങ്ങൾ ഇതുവരെ നടത്തിയിട്ടുള്ളതെല്ലാം ബാക്കി പറ. അതുകൊണ്ട് അച്ഛൻ വന്ന് ഇവിടെ പുതിയ പരിഷ്കാരമൊന്നും ബാക്കി പറയുന്നില്ലല്ലോ. ഞാനല്ലേ പറഞ്ഞത്, നിങ്ങളാ പറഞ്ഞത്? ഞാനല്ല പറഞ്ഞത്. അപ്പം നിങ്ങൾ തന്നെ, പ്രത്യേകിച്ചും ട്രസ്റ്റി ഇവിടുത്തെ അല്ല കേട്ടോ, ഇവിടെ അങ്ങനെ എനിക്കറിയത്തില്ല, ഞാൻ ഈ നാട്ടുകാരനും അല്ലല്ലോ. കൈസാനി, കാര്യദർശി, കമ്മിറ്റി അംഗങ്ങൾ അവരൊക്കെ വളരെ ശക്തരാണ്. ഒരു നരന്ത് പോലിരിക്കുന്ന ഒരു കൊച്ചച്ഛൻ വന്ന്, അല്ല ഇച്ചിരി സീനിയറായ നമ്മുടെ KM സക്കറിയാച്ചനെ പോലെ ഉള്ള ഒരാൾ വന്നാലും പിടിച്ചു നിൽക്കണ്ടായോ? അതിന് KM സക്കറിയാച്ചൻ എനിക്കറിയത്തില്ല എങ്ങനെയാ ഇത് പറയുന്നത്. അതിനെന്ത് ചെയ്യും? കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ബാക്കി പറയുന്നില്ലല്ലോ. അങ്ങ് സമ്മതിച്ചു കൊടുക്കും. അതവിടെ നിൽക്കട്ടെ. ഞാനൊരു ഇച്ചിരി തമാശ രൂപത്തിൽ നിങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് അത് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നമ്മളുടെ പ്രദക്ഷിണം ഒരിക്കലും റാസയല്ല, റാസ കുർബാനയാണ്. ആ കുർബാന എഴുന്നള്ളിച്ചു കൊണ്ടുപോകുന്നതിനെ റാസ എന്ന് അവർ വിളിച്ചോട്ടെ. നമ്മളങ്ങനെ ചെയ്യുന്നില്ലാത്തത് പിന്നെ എന്തുകൊണ്ടാണ്? ആ അർത്ഥം വരുന്ന തരത്തിൽ പ്രദക്ഷിണം മാറ്റി നമ്മൾ എന്തുകൊണ്ട് റാസ എന്ന് വിളിക്കുന്നു? അനുഗ്രഹമായി ബാക്കിയല്ലേ? അത് ഞാൻ പറഞ്ഞതുകൊണ്ട് പറയുന്നതാ. രണ്ടോ വാക്കാ പറഞ്ഞത്. അനുഗ്രഹമായി തീരണം ഈ പെരുന്നാൾ എന്നുള്ളതിന് പകരം വേറൊരമ്മാമ്മ എവിടെ നിന്ന് പറഞ്ഞു റാസ എന്ന് പറഞ്ഞു. കാരണം അതാ ഇവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ്. സ്നേഹിതരെ, നമ്മൾ അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരാം. ധ്യാനത്തിൻ്റെ അർത്ഥം നമുക്ക് തന്നെ ബോധ്യപ്പെടുന്നില്ലെങ്കിൽ അനുഷ്ഠാനം അനുഭവമുള്ളതായി തീരത്തില്ല. അനുഷ്ഠാനം സമം അർത്ഥം നിഷ്ഠ ശ്രദ്ധ, ഈ 3-4 കാര്യങ്ങളുള്ളതാണ്. അനുഷ്ഠാനം നിഷ്ഠ അർത്ഥം ശ്രദ്ധ. നിഷ്ഠയോടുകൂടെ ചെയ്യണം, അർത്ഥമറിഞ്ഞ് ചെയ്യണം. പിന്നെന്ത് വേണം? നിഷ്ഠയോടുകൂടെ ശ്രദ്ധയോടുകൂടെ ചെയ്യണം. അർത്ഥമറിഞ്ഞ് ശ്രദ്ധയോടും നിഷ്ഠയോടും കൂടെ അനുഷ്ഠാനം പൂർത്തീകരിച്ചാൽ അനുഭവം ഉണ്ടാവും. അശ്രദ്ധമായി നിഷ്ഠയില്ലാതെ അർത്ഥമറിയാതെ ചെയ്യുന്ന അനുഷ്ഠാനങ്ങൾക്കൊന്നും അനുഭവം ഉണ്ടാവുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇതാണ് ഇന്നത്തെ പ്രസംഗത്തിൽ ഒരു സന്ദേശം നൽകണമെന്ന് അച്ഛൻ പറഞ്ഞത്. എനിക്ക് ഒന്നാമത് പറയാനുള്ളത് ഇതാ. ഏറ്റവും ഒടുവിൽ പറഞ്ഞ വാക്ക അനുഭവം സമം അർത്ഥം അർത്ഥം നിഷ്ഠ ശ്രദ്ധ. അങ്ങനെ ചെയ്യുന്ന അനുഷ്ഠാനം സമം അനുഭവം ഉണ്ടാകണമെങ്കിൽ ഏത് അനുഷ്ഠാനവും നിഷ്ഠയോടും അർത്ഥമറിഞ്ഞും ശ്രദ്ധയോടും കൂടെ ചെയ്തെങ്കിലേ സാധിക്കുകയുള്ളൂ. ഈ പ്രബോധനം എന്തുകൊണ്ട് ഞാൻ ഈ സന്ദേശം സന്ദർഭത്തിൽ എന്തുകൊണ്ടത് ചെയ്തു എന്ന് ചോദിച്ചാൽ, നമ്മളിപ്പം പ്രദക്ഷിണം നടത്തുമ്പോൾ
അർത്ഥമറിയാതെ അത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള സങ്കടം കൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാണ്. ഞാനൊരു മെത്രാപ്പൊലീത്ത എന്ന നിലയിൽ ഇത് അറിഞ്ഞുകൊണ്ട് ദൈവമക്കൾ അറിവില്ലായ്മയിൽ ഒരു കാര്യം ചെയ്താൽ തമ്പുരാൻ എന്നോട് ചോദിക്കും, ഗബ്രിയേലേ, എന്തോ മോനെ, നിന്നെ എന്തിനാ ഞാൻ ഈ സെൻറ്റ് പീറ്റേഴ്സ് പള്ളി പറഞ്ഞു വിട്ടത്? അവർക്ക് പ്രബോധന ആവശ്യത്തിന് കൊടുത്തോ? നിന്റെ സാന്നിധ്യത്തിൽ അവർ തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് നീ തിരുത്തിയോ എന്ന് ചോദിക്കും. അതുകൊണ്ടാണ് ഞാനത് ഒന്ന് നമ്മൾ നടത്തുന്നത് റാസയാണോ പ്രദക്ഷിണമാണോ? ഈ പുരുഷന്മാരുടെ ശബ്ദം കേട്ടില്ല, എനിക്ക് അവരുടെ ശബ്ദമാണ് ശക്തമായിട്ട് കേൾക്കേണ്ടത്. നമ്മൾ നടത്തുന്നത് പ്രദക്ഷിണമാണോ റാസയാണോ? പ്രദക്ഷിണം. ഓർത്തോണം. 2, എന്താണ് പ്രദക്ഷിണത്തിൻ്റെ അർത്ഥം? ദക്ഷിണം എന്ന് പറഞ്ഞാൽ വലം എന്നാണ് അർത്ഥം. പ്രദക്ഷിണം എന്ന് പറഞ്ഞാൽ പ്രകർഷേണ ചെയ്യുന്ന ദക്ഷിണം എന്നുള്ളതാണ് അർത്ഥം. നന്നായി ചെയ്യുന്ന വലംവയ്പ് എന്ന് മലയാളം. പ്രദക്ഷിണം എന്നുള്ള മലയാള അർത്ഥം എന്താണ്? നന്നായി ചെയ്യുന്ന വലംവയ്പ് എന്നാണ് അർത്ഥം. വലംവയ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, വലംവയ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇടത്തുനിന്ന് വലത്തേക്ക് പോകുന്ന ആ ചലനത്തിനാണ് വലംവയ്പ് എന്ന് പറയുന്നത്. ഇടത്തുനിന്ന് ഇങ്ങനെ വന്ന് വലത്തേക്ക് വന്ന് വീണ്ടും ഒന്ന് ചുറ്റി പൂർത്തീകരിച്ച് വലത്തൂടെ അകത്ത് കയറുമ്പോൾ വലംവയ്പ് പൂർത്തിയായി. ഒരു വലംവയ്പ്, അപ്പോഴൊരു വലംവയ്പ് പൂർത്തിയായി. എന്താണ് ഈ വലംവയ്പിന്റെ അർത്ഥം? ഇത് വടക്കാണ്, തിരിഞ്ഞു നിൽക്കുമ്പോൾ ഇടത്താണ്. വലംവയ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇടത്തു നിന്ന് വലത്തേക്കുള്ള ചലനമാണ് വലംവയ്പ്. നമ്മളുടെ ജീവിതം ആഗമനം ഇടത്തു നിന്ന് വലത്തേക്കുള്ള ചലനമായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അപ്പോൾ നമ്മൾ പ്രദക്ഷിണം നടത്തുമ്പോൾ, നമ്മൾ വലംവയ്പ് നടത്തുമ്പോൾ അത് നമ്മളുടെ ജീവിതയാത്രയുടെ സൂചനയാണ്. ജീവിതയാത്രയുടെ സൂചനയാണ്, ക്രിസ്തീയ ജീവിതയാത്രയുടെ സൂചന. എന്താണ് ക്രിസ്തീയ ജീവിതയാത്രയുടെ പൊരുൾ? പാപം ചെയ്ത് ഇടത്തായിരുന്ന മക്കൾ കർത്താവിൻ്റെ വീണ്ടെടുപ്പ് മൂലം വലത്തേതിൻ്റെ മക്കളായി ദൈവം കർത്താവിലൂടെ മാറ്റി. ഇത് നമ്മൾ ഒരു ചലനം നടത്തി ആഘോഷമാക്കുമ്പോഴാണ് അത് വലംവയ്പാകുന്നത്, പ്രദക്ഷിണമാകുന്നത്. തിരുമേനി പറഞ്ഞു, മനസ്സിലായി, വീട്ടിൽ ചെന്നപ്പം മറന്നുപോയി. വേറൊരാൾ ചോദിച്ചപ്പം മറന്നുപോയി. തിരുമേനി പഠിപ്പിച്ചത് മറന്നുപോയി. ശരിയാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകൂടെ പറയണ്ടേ? ഞാൻ പറയണം. പ്രദക്ഷിണം എന്ന വാക്കിന് പച്ച മലയാളത്തിൽ വലംവയ്പ് എന്നാണ്. പഴയ പേര് വലംവയ്പാണ്. വലംവയ്പാണ്. വലംവയ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പള്ളിയുടെ ഇടത്തെ ഭാഗത്ത് നിന്ന് നേരെ നിൽക്കുമ്പോൾ ഇടമാണത്, പടക്ക ഇടത്തെ ഭാഗത്ത് നിന്ന് നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആത്യന്തികമായ അർത്ഥം വലത്തേക്കുള്ള ചലനമാണ്.
സ്വർഗത്തിൽ നിന്ന് തമ്പുരാൻ ഭൂമിയിലേക്ക് ഇറങ്ങി ഇടത്തേതിൻ്റെ മക്കളായിരുന്ന നമ്മളെ വലത്തേതിലേക്ക് കൊണ്ടുവന്നു. കുരിശുവരയുടെ അർത്ഥം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കുരിശുവരയുടെ പൊരുളും അതുതന്നെയാണ്, പ്രദക്ഷിണത്തിൻ്റെ പൊരുളും അതുതന്നെയാണ്. പ്രദക്ഷിണം എന്നുള്ളതിന് വലം വയ്പാകുമ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. വലം വയ്പ ഇടത്തു നിന്നുള്ള വലത്തേക്കുള്ള ചലനമാണ്, നിരന്തരമായ ചലനമാണ് ജീവിതം, ക്രിസ്തീയ ജീവിതം. ഇത് രണ്ട് മറന്നു പോകരുത്. ഞാൻ വീണ്ടും ചോദ്യം ചോദിക്കും, ഓർത്ത് പറഞ്ഞോണം, അല്ലെങ്കിൽ ഞാൻ എഴുന്നേൽപ്പിച്ച് നിൽപ്പും ഞാൻ തന്നെ അവരെ കൊണ്ട് പറയിപ്പിക്കും. സമ്മതിച്ചോ? സമ്മതിച്ചോ? വലം വയ്പാണ്, ഓർത്തോണം. നമ്മുടേത് പ്രദക്ഷിണമാണ്, അല്ലെങ്കിൽ വലം വയ്പാണ്. ആ വലം വയ്പിൻ്റെ അർത്ഥം ഇടത്തേതിനടുത്ത മക്കളെ, പാപത്തിൽ ഇടത്തേതിനടുത്ത മക്കളായി തീർന്നു പോയി നമ്മളെ തമ്പുരാൻ യേശു ക്രിസ്തുവിലൂടെ വീണ്ടെടുത്ത് വലത്തേതിൻ്റെ മക്കളായി തീർത്തിരിക്കുന്നത് നമ്മൾ ഈ അനുഷ്ഠാനം വഴി അത് ആഘോഷമാക്കുകയാണ്. തമ്പുരാനെ സ്തുതിക്കുന്നതിലുള്ള ഒരു ചലനമായിട്ട് അതിനെ മാറ്റുകയാണ്. ആഘോഷമാക്കി, ആഘോഷത്തിൻ്റെ പ്രദക്ഷിണമാക്കി, വലം വയ്പാക്കി അതിനെ മാറ്റും. 3, ഇന്ന് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ വിശദമായി എനിക്കറിയാൻ പാടില്ല. പക്ഷേ നിങ്ങൾ എന്താ, ഈ പള്ളിക്ക് മാത്രം വലം വയ്പാണോ, അതോ താഴേക്ക് പോകും? അല്ലേ? കുരിശും തൊട്ടി വരെ പോകും. ചില സന്ദർഭങ്ങളിൽ, ചില പള്ളികളിൽ അത് കുറച്ചുകൂടെ ഊരുകളിലേക്കും കൂടെ പോകും. ഊരുകളിലേക്ക്. ഇത് നിങ്ങളത് കുരിശും തൊട്ടി വരെ ആക്കിയിരിക്കുന്നു. അതിന് സാധാരണയുള്ള പ്രദക്ഷിണം, വലം വയ്പ് ഈ ദേവാലയത്തിന് ചുറ്റുക. എന്നാൽ ഈ ദേവാലയം വിട്ട് വീണ്ടും പുറത്തേക്ക് പോകുമ്പോൾ അതിന് വേറൊരു പേരുണ്ട്, പഴയ ഒരു മലയാളം പേരുണ്ട്. ആർക്കെങ്കിലും പറയാവോ? ആർക്കെങ്കിലും പറയാവോ? പറയാവോ? ഊരുവലത്ത് എന്ന് പറഞ്ഞ്, ഊരുവലത്ത്. ഊരുവലത്ത്, അതും വലത്താ, വലം വയ്പ. ഊരു എന്ന് പറഞ്ഞാൽ, ഊര് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന് വീട് എന്നും പറയും. വീടെന്ന് മാത്രമല്ല, ഊരുകളുള്ള ഒരു കൊച്ചു ഗ്രാമം, അതിനും ഊരെന്ന് പറയും. പട്ടണത്തിനും ഊര് എന്ന് പറയും. അങ്ങനെയാണ് പുനലൂര് എന്നായത്, ചെങ്ങന്നൂരായത്. അങ്ങനെയാണ് പട്ടണം, ഗ്രാമം എന്നൊക്കെ അർത്ഥത്തിൽ. ഊരുവലത്ത് എനിക്ക് വലിയ ഇഷ്ടമുള്ള വാക്കാത്. പഴയ മലയാളം, ശുദ്ധ മലയാളം. വലം വയ്പ് നല്ല സുന്ദരമായ വാക്കാണ്. ഊരുവലത്ത് സുന്ദരമായൊരു മലയാള വാക്കാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും നമ്മൾ ഇതിനു മുമ്പ് ഉപയോഗിച്ചിരുന്നത് വലം വയ്പും ഊരുവലത്തുമായിരുന്നു. ഈ അടുത്ത കാലത്താണ് പരിഷ്കാരം കൂടി അത് റാസായാക്കി കളഞ്ഞു. എന്തോ ഒരു കഷ്ടം. പോട്ടെ, മൂന്നാമത് ഞാൻ പറഞ്ഞത് ഊരുവലത്താണ്. ഊരുവലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇടത്തേതിനടുത്ത മക്കളെ വലത്തേതിലാക്കി തമ്പുരാൻ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് എന്നെ അനുഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇത് പ്രഘോഷിച്ചുകൊണ്ട്, ആഘോഷമാക്കിക്കൊണ്ട് നമ്മളുടെ ദേവാലയത്തിന് ചുറ്റും മാത്രമല്ല, ഈ അനുഗ്രഹം സ്വീകരിച്ച് നമ്മൾ ഊരുകളുള്ള സ്ഥലത്തേക്ക് പോയി അവിടെ ചെന്നതിന് ശേഷം ഇവിടെ തുടങ്ങുന്ന ഇടത്തേതിൽ നിന്നുള്ള വലത്തേതിലേക്കുള്ള ചലനം ഊരുകളിൽ പോയി വീണ്ടും അത് പ്രദക്ഷിണമായി വലം വെച്ച് വന്ന് ദേവാലയത്തിൽ കൊണ്ട് അവസാനിപ്പിക്കും.
അതുകൊണ്ടാണത് ഊര് വലത്തായത്. ഊരുകളിലുള്ളവരോടും പറയുകയാ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവകൃപയിൽ നിന്ന് അകന്നു പോയെങ്കിൽ യഥാസ്ഥാനപ്പെട്ട് വലത്തേതിലേക്ക് വരണം. ഇടത്തേതിൻ്റെ ജീവിതത്തിൽ നിന്ന് വലത്തേതിലേക്ക് വരണം എന്ന് പ്രഘോഷിച്ചുകൊണ്ടുള്ള ഒരു വലംവയ്പായതുകൊണ്ട് ഊരുകളിലേക്ക് പോയുള്ള ഒരു ആഘോഷമായതുകൊണ്ട് അത് ഊരുവലത്തായി. മാത്രവുമല്ല, നിങ്ങളിങ്ങനെ പോകുന്ന അവസരത്തിൽ മെഴുകുതിരി കത്തിച്ച് പിടിച്ചുകൊണ്ടാണോ പോകുന്നത്? ആണോ? അതിൻ്റെ അർത്ഥം എന്താ? മെഴുകുതിരി കത്തിച്ച് പിടിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ അർത്ഥം, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് ദനഹ മാമോദീസയെ തുടർന്നാണ്. അതുകൊണ്ടാണ് ആ മാമോദീസയ്ക്ക് ദനഹ എന്ന് പേര് കൊടുത്തത്. ദനഹ എന്ന വാക്കിൻ്റെ അർത്ഥം ഉദയം എന്നാണ്. രാത്രിയായിരുന്നു. വെളിച്ചമായി കർത്താവ് സൂര്യനായി ഉദിച്ചു. അപ്പം ലോകം മുഴുവനും വെളിച്ചം കണ്ടു. ആ ചെറിയ വെളിച്ചങ്ങൾ കയ്യിലേന്തിക്കൊണ്ട് നമ്മൾ ലോകത്തോട് പറയുകയാ, വെളിച്ചമായ കർത്താവ് നമ്മളുടെ ജീവിതത്തിൽ വന്ന് ഇരുട്ടിനെ മാറ്റി, പാപാന്ധകാരത്തെ മാറ്റി വെളിച്ചം തരാൻ വന്നവനാ. ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രഘോഷിച്ച് ഈ ഊരുകളിൽ ഈ വലിയ ഈ അർത്ഥം പ്രഘോഷിച്ചുകൊണ്ട് നമ്മൾ വലംവയ്പ് നടത്തി ദേവാലയത്തിൽ വന്ന് തീർക്കും. ദേവാലയത്തിൽ നിന്ന് ത്രോണോസിൽ സിംഹാസനത്തിൻ്റെ മുമ്പിൽ നിന്ന്, ബലിപീഠത്തിൻ്റെ മുമ്പിൽ നിന്ന് ധൂപ അർപ്പണം ചെയ്തത് തുടങ്ങി ഈ ഇടത്തൂടെ പോയി അത് ഊരുകളിലേക്ക് ചെന്ന് അത് പൂർത്തീകരിച്ചൊരു വലംവയ്പ് നടത്തി ദേവാലയത്തിൽ അവസാനിപ്പിക്കുമ്പോൾ അത് എന്തായി? ഊരുവലത്ത്. അതുകൊണ്ടാണ് അത് ഊരുവലത്ത് എന്ന് പേര് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ അർത്ഥം നമ്മൾ മറന്നു പോകാൻ പാടില്ല. അനുഭവം എങ്ങനെ ഉണ്ടാവും? അനുഷ്ഠാനം നിഷ്ഠയോടും അർത്ഥമറിഞ്ഞും ശ്രദ്ധയോടും പൂർത്തീകരിക്കുമ്പോൾ ആ അനുഷ്ഠാനം അനുഭവമായി നമുക്ക് വരുക മാത്രമല്ല, അത് ലോകത്തിനും അനുഭവമായി വരും. പ്രദക്ഷിണത്തിന് വേറൊരർത്ഥവും കൂടെയുണ്ട്. ദൈവമേ അനുഗ്രഹിക്ക എന്ന് തുടങ്ങുന്ന മനോഹരമായ പഴയ മലയാളമാണെങ്കിലും സുന്ദരമായ അർത്ഥമാണ്. പ്രദക്ഷിണം ആരംഭിക്കുമ്പോൾ കുരിശ്, 2 മെഴുകുതിരി, ഏവൻഗേലിയോൻ സുവിശേഷം, പിന്നെ ധൂപകലശത്തിൽ ധൂപവർഗം ഇട്ട് ഈ ഊരുവലത്ത് നടത്തുമ്പോൾ പിതാക്കന്മാർ പറയും, അങ്ങനെ ചെല്ലുന്നിടത്തെല്ലാം പൈശാചികമായ ബാധയുണ്ടെങ്കിൽ ഒഴിഞ്ഞു പോകും, രോഗബാധയുണ്ടെങ്കിൽ അത് ഒഴിഞ്ഞു പോകും, പൈശാചികമായ ബാധകളുണ്ടെങ്കിൽ അവിടെ നിന്നത് ഒഴിഞ്ഞു പോകും. ഇസ്രായേൽ ജനത്തിന് ബാധ വന്നു. മോശ ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെന്ന് നെഞ്ചത്തടിച്ച് പ്രാർത്ഥിച്ചു, തമ്പുരാനെ, അനുസരണക്കേട് കാണിച്ചു പോയേ, പക്ഷേ അവരെ നശിപ്പിച്ച് കളയരുത്. ബാധ വന്ന് ഇസ്രായേൽ മക്കൾ പൊഴിഞ്ഞു
മരിക്കുന്നത് കണ്ടിട്ട് മോശയ്ക്ക് സങ്കടം വന്ന് നെഞ്ചത്തടിച്ച് വിളിച്ച് കരഞ്ഞു. കോരഹപുത്രന്മാർ അഹങ്കാരം കാണിച്ചതാ. സംഖ്യാപുസ്തകം 16-ാം അധ്യായം. ഇങ്ങനെ നെഞ്ചത്തടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് കനിഞ്ഞു, പറഞ്ഞു, നീ മോശയെ വിളിക്കേ. മോശയെ വിളിച്ചു. അവനോട് നീ ഒരു കാര്യം ചെയ്യേ, അവനോട് പറ, ധൂപകലശത്തിൽ സുഗന്ധവർഗം ഇട്ട് അത് ധൂപം കാട്ടിക്കൊണ്ട് ദൈവത്തോട് മധ്യസ്ഥത അണയ്ക്കാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ മോശ പറഞ്ഞു, ദൈവം യഹോവ പറഞ്ഞതനുസരിച്ച് മോശ ചെയ്തതിൻ്റെ ഫലമായി, മോശ അഹറോനോട് പറഞ്ഞതിൻ്റെ ഫലമായി, അഹറോൻ ധൂപകലശമെടുത്ത് ധൂപവർഗമിട്ട് ജനത്തിൻ്റെ നടുവിൽ നിന്ന് തമ്പുരാനെ പൊറുക്കണമേ എന്ന് ധൂപം കാട്ടി മധ്യസ്ഥത അടച്ച് പ്രാർത്ഥിച്ചപ്പോൾ വചനം പറയുന്നു, ബാധ നിന്നു. ബാധ നിൽക്കാനാണ് ഈ ധൂപകലശം എടുത്തുകൊണ്ട് ഊരുവലത്ത് നടത്തുന്നത്. രണ്ടാമത്തെ അർത്ഥമാണ്. ഒന്നാമത്തെ അർത്ഥം, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവ്, ലോകത്തിൻ്റെ വെളിച്ചമായ കർത്താവ്, പാപത്തിൻ്റെ ഇരുട്ടിൽ നിന്നും വിമോചിപ്പിക്കുവാൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു, നിങ്ങളുടെ ജീവിതത്തിലേക്കും വരട്ടെ എന്നുള്ള രക്ഷണ്യ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് ഊരുകളിലേക്ക് പോയി. ഒരു വലം വെച്ച് അത് മദ്ബഹായിൽ അവസാനിപ്പിക്കുമ്പോൾ ഊരുവലത്തായി. ഒന്നാം അർത്ഥത്തിൽ. രണ്ടാമത്തെ അർത്ഥത്തിൽ, ഈ ധൂപകലശം എടുത്തുകൊണ്ട് ഈ ഊരുവലത്ത് നടത്തുമ്പോൾ, ഈ ധൂപകാട്ടി നടത്തുന്ന സന്ദർഭത്തിൽ അവിടെ വെച്ച് വിരിക്കും. വിളക്ക് കത്തിച്ച്, കുരിശൊക്കെ വെച്ച് വിളക്ക് കത്തിച്ച് ആളുകൾ സ്വീകരിക്കും. അവിടെ ധൂപം കാട്ടിക്കൊണ്ട് അവരുടെ കൈമുത്തി അനുഗ്രഹിച്ചു പോകും. അത് ഭവനങ്ങൾക്ക് അനുഗ്രഹമായി വരും. ബാധകൾ നീങ്ങിപ്പോകും. ഇതിനാണ് നമ്മൾ പ്രദക്ഷിണം നടത്തുന്നത്. പ്രിയമുള്ളവരെ, ഇതങ്ങനെ പ്രദക്ഷിണമാവണം. ഇടത്തുനിന്ന് വലത്തോട്ട്. അടിസ്ഥാനപരമായ അർത്ഥം, ഇടത്തേതിലായിരുന്ന മക്കൾ വലത്തോട്ട്. പ്രയാസത്തിലും ബാധയിലും പ്രശ്നത്തിലുമായിരുന്നവർക്ക് വിടുതൽ ലഭിച്ചു വലത്തോട്ട്. അങ്ങനെ പരിപാവനമായ ഒരു കർമ്മം, ഒരനുഷ്ഠാനം നമ്മൾ നടത്തുകയാണെന്ന് ഈ അവസരം ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട PC വർഗീസ് അച്ഛൻ എന്നോട് സന്ദേശം പറയാൻ പറഞ്ഞപ്പോൾ, ഇത്രയും നേരം പറയാമോ? പ്രിയമുള്ളവരെ, ഞാൻ 2-3 കാര്യങ്ങളാണ് പറഞ്ഞത്. പ്രദക്ഷിണം സമം അർത്ഥം എന്താ? വലം വയ്പ്പാണ്. ഇടത്തേതിനടുത്ത ഒരു ജീവിതത്തിൽ നിന്ന് വലത്തേക്കുള്ള നീക്കമാണ്. രക്ഷയുടെ അനുഭവത്തിലേക്കുള്ള നീക്കമാണ്. അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, പാപത്തിൽ നിന്ന് രക്ഷയുടെ വിടുതലിൻ്റെ അനുഭവത്തിലേക്കുള്ള നീക്കം നമ്മൾ ആഘോഷമാക്കുകയാണ്. സിംഹാസനത്തിൽ, ബലിപീഠത്തിൽ ധൂപമർപ്പിച്ച് തുടങ്ങി ദേവാലയത്തിന് വലം വച്ച് നമ്മളുടെ ജീവിതത്തെ വിടുതലിൻ്റെ അനുഭവമുള്ളതാക്കി ആഘോഷമാക്കി സന്തോഷിക്കുന്ന സന്ദർഭത്തിൽ, അതാണ് യഥാർത്ഥത്തിൽ ഈ വലംവയ്പ്പിൻ്റെ അർത്ഥം. അത് ഊരുകളിലേക്ക് ഇറങ്ങുമ്പോൾ ആ അനുഗ്രഹം ലോകത്തിന് നൽകാനും കൂടെ ദൈവം നമ്മളെ അയക്കുകയാണ്. വിടുതലിൻ്റെ അനുഭവം അവർക്കുണ്ടാവട്ടെ. ബാധ നീങ്ങി, പ്രശ്നങ്ങൾ അവസാനിച്ച് സൗഖ്യവും സമാധാനവും ഉള്ളവരായി ലോകം തീരട്ടെ. ലോകമേ, കുരിശുയർത്തി ഉറക്കെ പ്രഖ്യാപിക്കത്തില്ലയോ? എന്താ പറയും? ലോകമേ സമാധാനം എന്ന് പറയും. ഉറക്കെ പറഞ്ഞ് ആശീർവദിക്കുന്നത് കണ്ടിട്ടില്ലേ? അതാണ് അതിൻ്റെ അർത്ഥം, ഇല്ലേ?
പ്രധാന സ്ഥാനങ്ങളിൽ വരുമ്പോൾ ഈ വലംവയ്പ്പിൻ്റെ സന്ദർഭത്തിൽ കുരിശ് ഉയർത്തിക്കൊണ്ട് ലോകമേ സമാധാനം എന്ന് പറയുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് പറയുന്ന കുരിശ് ഉയർത്തി പറയും. ദൈവം തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.